എതിരെ വണ്ടി വന്നുകൊണ്ടിരിക്കും. ഇത് അതേ മൂവാറ്റുപുഴ റോഡ് കണ്ടിന്യൂസ് വണ്ടി ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓവർടേക്കിംഗ് ഒരു പ്രശ്നം. ഒരു ആക്സിഡൻറ്റിൽ ഒരുത്തും ചോദിച്ചു വട്ടം വണ്ടി വന്നു എന്നുള്ളത് എന്താ പ്രൂഫ്. ശരിക്കും 360 ഡിഗ്രി ക്യാമറ പിടിപ്പിച്ചാലേ പ്രൂഫുള്ളൂ, അല്ലെങ്കിൽ എന്ത് പ്രൂഫുള്ള. ഒരുത്തം വട്ടം വന്ന് കയറി ഒരു 2 വീലറുകാരൻ. ഒരു ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും 2 വീലറിൻ്റെ ഒപ്പം നിൽക്കും, കാറിൻ്റെ ഒപ്പം ആരും ഉണ്ടാവില്ല. പ്രൂഫ് ഉള്ളത് 360 ഡിഗ്രി ക്യാമറ മാത്രമേ ഉള്ളൂ. നെസസിറ്റിയാണ് കാറിൽ 360 ഡിഗ്രി ക്യാമറ. 4 വീൽ വണ്ടികളിൽ 2 വീലറിൽ പിടിപ്പിക്കാനുള്ള പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. 4 വീലിൽ അത് കമ്പൽസറി ആയിട്ട് പിടിപ്പിക്കുക. അതെന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് വലിയ വലിയ നിയമങ്ങളുണ്ടാക്കുന്ന ഗവൺമെൻറ് ഒരു 360 ഡിഗ്രി ക്യാമറ വെറും ടൊയോട്ട പിടിപ്പിച്ചാൽ പോലും 50,000-60,000 രൂപയാവുന്നുള്ളൂ. ടൊയോട്ടയുടെ അവിടെ ലൈൻ ക്ലിയർ ആവാതെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. ഫ്രീ ആവാതെ നമുക്ക് കയറാൻ പറ്റൂല്ലോ. ഇവിടെ കൊട്ടേഷൻകാരും ഉണ്ട്. 4 ബൈക്കായിട്ട് അപ്പുറം ഇപ്പുറയും 4 മൊബൈലായിട്ട് അപ്പുറം ഇപ്പുറയും സ്ഥിരം ഡീക്കമ്മയുടെ കൊട്ടേഷനും ഇവിടെ ഉണ്ട്. പഴശ്ശേരി ജംഗ്ഷനിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഡീക്കമ്മയുടെ കൊട്ടേഷൻ ഉണ്ട്. 5-6 മൊബൈലായിട്ട് ഓരോ ജംഗ്ഷനിൽ ആൾ നിൽക്കുക. ബൈക്കും സ്കൂട്ടറായിട്ട് ഓരോ സ്ഥലത്ത് ആൾ നിൽക്കുക. ഒരു 15 കൊല്ലമായിട്ട് ഈ പരിപാടി. അപ്പം ഞാനവിടെ തിരിച്ചതിൻ്റെ ഇടയ്ക്ക് 2 സ്കൂട്ടറുകാരൻ ചുമ്മാ കയറ്റിക്കൊണ്ട് വന്നു. അത് ശരിക്കും കാറുകാരൻ ചവിട്ടും എന്ന് വേണമെങ്കിൽ കാറുകാരൻ ചവിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കയറ്റിക്കൊണ്ട് വന്നത്. ശരിക്കും അത് ഒരു വണ്ടി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് കുത്തി കയറ്റേണ്ട ഒരു കാര്യമില്ല. ഇതാണ് അൺസേഫ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്.
മിക്ക ആക്സിഡൻറ്റിലും അങ്ങനെയാണ്. അതായത് മറ്റവൻ ചവിട്ടും എന്ന് വിചാരിച്ച് നേരെ ഞാൻ കുത്തി ഇറക്കുക. അങ്ങനെയാണ് മിക്ക ആക്സിഡൻസും. ഒരു 99% ആക്സിഡൻസിൻ്റെ റോഡ് കോഴ്സ് അതായിരിക്കും. പണ്ട് 800 വെച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി. അതെൻ്റെ മിസ്റ്റേക്ക്. എൻ്റെ മിസ്റ്റേക്ക് പറ്റിയ ഒരു ആക്സിഡൻറ്റ് അതുള്ളൂ. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വണ്ടിയായിട്ട് തട്ടി. ടാറ്റ ഇൻഡിക്കയായിരുന്നു, പഴയ 800. അപ്പം അന്ന് അത് ഓടിച്ച് ആ വണ്ടിയിലൊരു പോലീസുകാരുണ്ടായിരുന്നു. പോലീസിലെ ASI അങ്ങനെ ഉണ്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു, നിങ്ങൾ ഓൺ അടിച്ചായിരുന്നു എന്ന് ചോദിച്ചു. നമ്മളില്ലായിരുന്നു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓൺ അടിച്ചില്ല. കാരണം അവിടെ അന്ന് കുറച്ച് ഇന്ത്യക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് പോർട്ടിൽ കന്നാരം പറക്കാൻ വന്നത്. അവർ ആ വാതിൽക്ക് ഇരുന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ കാലിലേക്ക് വണ്ടി കയറുമെന്ന് വിചാരിച്ച് ഞാൻ ഓടിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ അവരുടെ കാലിലേക്കായി പോയി. റോഡിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞു. കാരണം അവർ കൈയും കാലമൊക്കെ നിന്ന് റോഡിലേക്ക് നീട്ടിയിട്ട് ഇരുന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ കാലിൽ വല്ല വണ്ടി കയറിയ പണിയല്ലേ, ഓണടിച്ചു വന്ന്. അപ്പോൾ അങ്ങോട്ടും ശ്രദ്ധ പോയതുകൊണ്ട് റോഡിൽ. അപ്പോൾ ഓണടിക്കുന്ന കാര്യം, റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഓണടിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് പ്രത്യേകിച്ചും സൈഡ് റോക്കറ്റ് സ്വന്തം വീട്ടിൽ നിന്ന് റോട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഓണടിച്ചേ ഇറങ്ങാമുള്ളൂ. ആ പുള്ളി ചോദിച്ചാൽ കറക്റ്റ് ഓണടിക്കാൻ വിട്ടുപോയായിരുന്നു. അന്ന് ഞാൻ ഓണടിച്ചില്ലായിരുന്നു.